ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1200 ആണ്ട് കുംഭമാസ ഫലമാണ്. കുംഭമാസത്തിൽ, അതായത് ഇംഗ്ലീഷ് മാസം അനുസരിച്ച് ഫെബ്രുവരി മാസം 13-ാം തീയതി മുതൽ ഉള്ള മാർച്ച് മാസം പകുതി വരെയുള്ള ഒരു മാസത്തെ ഫലം. അങ്ങനെ നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളുടെയും പ്രത്യേകമായ ഗോചര ഫലം അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും പൊതുവെ ഒരു അലസതയൊക്കെ വന്നു പെടുന്നതിന് വളരെ സൂചനയുണ്ട്. ശനി തൻ്റെ പൂർണ്ണമായ ദൃഷ്ടി മേടം രാശിക്കാർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്കും തടസ്സം വന്നിച്ച്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. തൊഴിൽപരമായ കാര്യങ്ങൾക്കും അതുമൂലം തടസ്സങ്ങൾ സൂചകമാണ്. ആയതിനാൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്, കൃത്യനിഷ്ഠ, പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ഒരു മാസമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയവും വന്നു ചേരും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഉചിതമായ ഒരു സമയമാണ്. പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാകുന്നതിനും വിസ ഒക്കെ കിട്ടി വിദേശത്ത് പോയി അവിടെ ഒരു പുതിയ നല്ല ജോലിയിലൊക്കെ ശമ്പള വർധനവോടുകൂടിയ മനസ്സിന് ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോലി കിട്ടുന്നതിനും യോഗം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. കണ്ടകശനിയൊക്കെ തീരാറായിരിക്കുന്ന സമയം. വ്യാഴവും ശനിയുമൊക്കെ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഏത് കാര്യത്തിനും അത്യാവശ്യമാണ്. വാക്കിൻ്റെ സ്ഥാനത്ത് ആഗ്നേയഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ ദേഷ്യമൊക്കെ വർദ്ധിക്കുകയോ വാക്കുകൾക്ക് മൂർച്ച കൂടുകയോ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ബന്ധുക്കളോ ഒക്കെ ശത്രുക്കളാകാതെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുന്നതിനോ യുവാക്കൾക്കും മധ്യവയസ്കർക്കുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നു പെടുന്നതിനോ എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ നല്ല ഒരു കാലം. IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ തൊഴിൽ അലസത വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കണം. അധികാരം കയ്യിൽ കിട്ടുന്നതിനോ സ്ഥാനമാനങ്ങൾ, പ്രമോഷനുകളൊക്കെ കിട്ടുന്നതിന് യോഗമുള്ള ഒരു മാസമാണ് ഇടവം രാശിക്കാർ. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുലർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സൂചകമാണ്. ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന മാസം. കൂടാതെ സുഖസ്ഥാനമായ കുടുംബത്തെ സൂചിപ്പിക്കുന്ന 4-ാം ഭാവത്തിൽ കേതുവും തൊഴിൽ സ്ഥാനത്ത് രാഹുവും സ്ഥിതി ചെയ്യുന്നതിനാൽ പലവിധത്തിലും തൊഴിൽ രംഗത്തും കുടുംബത്തുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും മനക്ലേശങ്ങളും ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതിന് യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. എങ്കിലും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്ത് പോയിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ്. വിദേശത്ത് പോയിരിക്കുന്നവർക്കും പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയായി വരുന്നതിനും ജോലി ശരിയാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. ദീർഘദൂര യാത്രയെ സൂചിപ്പിക്കുന്ന ഒരു സമയമായതിനാൽ വളരെ ദീർഘകാലമായിട്ട് ഒരു യാത്രയൊക്കെ പോകണം, ദീർഘദൂരം യാത്രയൊക്കെ ചെയ്ത് ഒരു ഉല്ലാസയാത്രയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു മാസവും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന
പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു മാസമാണ്. അതായത് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ട്. തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ച് പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുക. സ്വന്തം നാട്ടിലുള്ളവർക്കും തൊഴിൽ വിജയങ്ങൾ വന്നിച്ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് നല്ല അനുകൂലമായ ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അലോസരതകളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അത് പെട്ടെന്ന് ദേഷ്യമൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഈ മാസം യോഗമുള്ള ഒരു മാസമാണ് കർക്കിടകം രാശിക്കാർക്ക്. വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടിയൊക്കെ ആയാൽ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വാഹനം വന്നു ചേരുവാൻ യോഗമുണ്ട്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ള സമയമാണ്. എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ ഉള്ള സമയം പലതരത്തിലും തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാം. കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലും ഒക്കെ ചില വാക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കൂടാതെ നിയമപരമായിട്ട് ഏതെങ്കിലുമൊക്കെ കേസ് ഒക്കെ ഉണ്ടാകാതെ ഒക്കെ വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട ഒരു സമയം. ഭൂമി സംബന്ധമായിട്ടും വളരെ നല്ലതാണ്. സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ അത്ര നല്ല ഒരു സമയമല്ല. ആഗ്നേയ ഗ്രഹമായ ആദിത്യനും ശനിയും 2 ശത്രുഗ്രഹങ്ങൾ സപ്തമ ഭാവമായ ദാമ്പത്യ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൂടെ ബുധനുമുണ്ട്. അങ്ങനെയുള്ള ഈ മാസം ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗവും ഉണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളുമുള്ള കാലം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ഏതെങ്കിലും തരത്തിലൊക്കെ അസുഖങ്ങളുള്ളവർ ചികിത്സയൊക്കെ ഫലിക്കുന്നതിനുള്ള യോഗമാണ് കാണുന്നത്. വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി കന്നിരാശിയിലേക്ക് ഉള്ളതിനാൽ ആരോഗ്യം മെച്ചപ്പെടുകയും ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു മാനാപമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി ഒരു വ്യക്തിത്വം വർദ്ധിക്കുന്നതിനും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതിനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കാലം. ഭാഗ്യാധിപൻ്റെ ദാമ്പത്യ ഭാവത്തിലെ സ്ഥിതി അപ്രകാരമാണ് കാണിക്കുന്നത്. വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ നല്ല അവസരമുള്ള ഒരു സമയമാണ്. കാർഷിക രംഗത്ത് നിന്ന് ആദായം ലഭിക്കുകയും അതുപോലെ തന്നെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കോ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധിയുടെ ഒരു മാസവും കൂടി. തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് അത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഒരു സമയം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയവും വന്നിച്ച്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങൾ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമാണ്. ദൈവാധീനം കുറഞ്ഞിരിക്കും. സഹോദരസ്ഥാനീയർക്കോ സുഹൃത്തുക്കളോ മുഖാന്തരം ചില അധിക ചെലവുകൾ വന്നു പെടുന്നതിനും ഏതെങ്കിലും തരത്തിൽ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്നവർക്കോ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കുന്ന ഒരു മാസമാണ്.
വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലമാണ്. സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളും വന്നു ചേരാം. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്. എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ്. കൂടാതെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു പൂർണ്ണമായ ദൃഷ്ടി ലഗ്നരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ കഫസംബന്ധമായോ വാദസംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകുകയോ കൂടാതെ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളും സൂചകമാണ്. വളരെ ജാഗ്രതയും ശ്രദ്ധയും പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൃത്യനിഷ്ഠയും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. വളരെ ശ്രദ്ധയോടുകൂടി വേണം യുവതി യുവാക്കളായാലും മധ്യവയസ്കരും ഒക്കെ കൗമാരപ്രായക്കാരും ഒക്കെ എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത്. ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ നല്ല സമയം. കടങ്ങൾ വീടുന്നതിനൊക്കെ യോഗമുള്ള ഒരു മാസമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും തൊഴിൽ രംഗത്ത് ഒരു പ്രൊമോഷൻ വന്നു ചേരുക, അധികാരം വന്നു ചേരുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തൊഴിൽ രംഗത്ത് വിജയപ്രദമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പാഴ്ചെലവ് കഴിവതും വളരെ ശ്രദ്ധയോടുകൂടി പാഴ്ചെലവുകൾ ഒഴിവാക്കുക. പണം ശ്രദ്ധയോടുകൂടി ചെലവാക്കുകയും വേണം. ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ഏത് കാര്യത്തിലും വേണ്ട ഒരു മാസമാണ്. അതായത് ധൈര്യവും വീര്യവും ഒക്കെ ഏറിയിരിക്കുന്നു. ആയതിനാൽ സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കൗമാരപ്രായത്തിലുള്ളവരോ യുവതി യുവാക്കളോ മധ്യവയസ്കരോ ഒക്കെ വളരെ ശ്രദ്ധ വേണ്ട ഒരു മാസമാണ്. ആഗ്നേയഗ്രഹമായ ആദിത്യനും ശനിയും കൂടി ബുധനും ഒക്കെ ആ ധൈര്യത്തെയും വീര്യത്തെയും ഒക്കെ സാഹസികതയെയും വിക്രമഭാവത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ആ ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലും ഉള്ള വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാകുകയോ കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ മുറിവുകളോ അങ്ങനെ പൊള്ളലുകളോ ഒക്കെ ഉണ്ടാകാൻ ഒക്കെ സൂചനയുള്ളതിനാൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതും പൊക്കത്തിലൊക്കെ കയറുന്നവരും ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവരും അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുവാൻ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വാക്കേറ്റം ഒന്നും ഉണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധ വേണ്ട ഒരു മാസമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ഒരു വാഹനം വന്നു ചേരുന്നതിന് അതിനായിട്ട് ആഗ്രഹിച്ച് വളരെ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്ക് വാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട്. വിവാഹ കാര്യത്തിലും ഒരു അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ മാസം യോഗമുണ്ട്. തൊഴിൽപരമായ ചില ക്ലേശങ്ങളും സൂചകമാണ്. അധിക അധ്വാനത്തിനനുസരിച്ച് ചിലപ്പോൾ വേതനം കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷമം മനസ്സിനുണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. പ്രശസ്തിയും അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. സുഹൃത്തുക്കൾ സഹായത്തിന് ഉണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുകയും അപ്രതീക്ഷിതമായ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും ഈ മാസം യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കുന്ന ഒരു മാസം. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും.
എന്നിരുന്നാലും ജന്മത്തിൽ ശനി സഞ്ചരിക്കുകയും ആ ശനിയോട് യോഗം ചെയ്ത് നിവൃത്തിസ്ഥാനത്തിൻ്റെ അധിപൻ ആയിരിക്കുന്ന ആഗ്നേയഗ്രഹം അത് രാശിയാധിപൻ്റെ ശത്രുവാണ്. ശത്രുഗ്രഹം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന മാസമാണ്. ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുവാൻ സൂചനയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അത് കുടുംബത്തായാലും സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും ശത്രുക്കളൊക്കെ വർദ്ധിക്കാതെ ക്ഷമയും വിട്ടുവീഴ്ചയും നയവും കഴിവും അതൊരു പ്രത്യേകതയാണ്. ചില ആൾക്കാർക്ക് അത് ആവശ്യത്തിനുണ്ട്. എന്നാൽ ചില ആൾക്കാർ അത്ര നയമുള്ളവരൊന്നുമല്ല. അപ്പോൾ നയവും കഴിവും വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് ഈ കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ. വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ചില ശത്രുക്കളൊക്കെ മിത്രങ്ങൾ ശത്രുക്കളായി പോകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നിച്ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നിച്ചേരും. കാർഷിക രംഗത്തായാലും മെഡിക്കൽ രംഗത്തായാലും IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഒരു പുരോഗതി വന്നു ചേരുവാനും യോഗമുള്ള ഒരു മാസമാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കൂടാതെ ഏഴരശനിയുണ്ട്. രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം ക്ലേശങ്ങൾ വന്നുവിടുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയും ക്ഷമയുമൊക്കെ ആവശ്യമാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില വിജയങ്ങളൊക്കെ വന്നു ചേരാം. ഭൂമി സംബന്ധമായിട്ട് കൃഷി കാര്യങ്ങളിലോ മറ്റ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ ഗവൺമെൻറ് ജോലിക്കാർക്കും ഒക്കെ നല്ല അഭിവൃദ്ധിയുടെ ഒരു മാസമാണ്. സ്വന്തം പേരിൽ ഒരു ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വന്നു ചേരുന്നതിന് യോഗമുള്ള ഒരു മാസം. ഗൃഹം പുതുക്കിപ്പണിയുവാനായിട്ടും ഒരു അവസരം വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഒരു കാര്യവുമില്ലാതെ വളരെ സ്നേഹമായിട്ടിരിക്കുന്ന ദമ്പതികളായാലും ഇടയ്ക്കിടയ്ക്ക് ഒരു പിണക്കം ഉണ്ടാകുവാൻ ഈ മീനം രാശിക്കാർക്ക് സൂചന. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആ കാര്യത്തിൽ ആവശ്യമാണ്. തൊഴിൽ രംഗത്തായാലും ധനപരമായ കാര്യങ്ങളിൽ ക്രയവിക്രയങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നവരും ഊഹാപോഹ കച്ചവടങ്ങളിലും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രധാനമായിട്ട് അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ പ്രാർത്ഥനയും ധ്യാനാദികളും ക്ഷമയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷത്തെ ഇല്ലാതാക്കുകയും വിജയങ്ങളും കൊണ്ടെത്തരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.